ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷീലാമ്മയുടെ മോളുടെ മനീഷ ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. ഇന്ന് നിശാഗന്ധി എന്നാണ് കേട്ടോ വീടിൻ്റെ പേര്. അപ്പോൾ ഇതാണ് പുറത്തത്തെ വ്യൂ എന്ന് പറയണത്. വീടിൻ്റെ രണ്ട് സൈഡുകളും ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അവിടെയൊക്കെ ഫുൾ വെറൈറ്റി ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട്. പല നിറത്തിലുള്ള ചെടികൾ, ഓറഞ്ചൊക്കെ നിറത്തിലുള്ള ചെടികൾ. പിന്നെ അവിടെയായിട്ട് കിണറുണ്ട്. ആ കിണറ്റിൻ്റെ മേലെയും ചെടികളാണ് ഗൈസ്. പിന്നെ ചെടികളൊക്കെ ഹാങ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊരു 10-11 മണിക്കാണ് കേട്ടോ എത്തിയത്. മുകളിലേക്കുണ്ട് വീട്, ബാൽക്കണിയൊക്കെ ഉള്ള വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി. സീലിംഗ് ഒക്കെ മാർബിൾ ടൈലും കൊണ്ടൊക്കെയാണുള്ളത്. താഴത്തെ എല്ലാം കണ്ട ശേഷം ഞങ്ങൾ മുകളിലേക്ക് വന്നു. മുകളിലത്തെ ഞങ്ങളൊരു മുറിയിലാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ അച്ഛൻ ഇങ്ങനെ കടപ്പായി. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യാണ്. അവിടെ ഞങ്ങൾ ബെഡിൽ കുറച്ച് നേരം കിടക്കായിരുന്നു ഗൈസ്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിരുന്നു. പിന്നെ ഈ റൂമിലത്തെ ആ ഒരു വശത്തായിട്ടാണ് ബാൽക്കണി, ഗ്ലാസിൻ്റെ ബാൽക്കണി. അപ്പോൾ ഇതാണ് മനീഷ ചേച്ചി. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഓരോ ജ്യൂസ് കുടിച്ച് ഞങ്ങൾ തുടങ്ങി. ഇത് മുകളിലത്തെ നിലയിലുള്ള വേറൊരു റൂമാണിത്. വെറൈറ്റി ടൈപ്പ് ലൈറ്റാണ് കേട്ടോ അവിടെ ഉള്ളത്. എല്ലാ റൂമിലും ഇങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ ഈ വഴി ടെറസിലേക്കുള്ള വഴിയാണ് ഗൈസ്. നല്ല വലിയ കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനായിട്ട് വിശാലമായിട്ടുള്ള ടെറസാണ് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ മുറിയിലേക്ക് കയറുമ്പോഴാണ് ചേച്ചിയുടെ കണ്ണാടി നോക്കി മീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ റൂമും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ വലിയ വലിയ റൂമാണ്. വെറൈറ്റി ലൈറ്റുകളൊക്കെ ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ എല്ലാ മുറിയിലും ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മുറിയിലത്തെ ബാത്റൂം ഇതാണ്. പിന്നെ എല്ലാ മുറിയിലും ഒരു കണ്ണാടി ഉണ്ട്. അപ്പം ഞങ്ങൾ കണ്ണാടി നോക്കി ഫോട്ടോ എടുക്കലാണ് പരിപാടി മെയിനായിട്ട്. അപ്പം ഞങ്ങൾ 2 പേരും കൂടിയിട്ടും അച്ഛനൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു ഗൈസ്. ഈ കണ്ണാടിയിലായിട്ട് തന്നെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ലൈറ്റും ഇത് കാണാൻ നല്ല രസമായിരുന്നു. നല്ല ഫോട്ടോയ്ക്ക് നല്ല ക്ലിയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കണ റൂമിലത്തെ വ്യൂ ഉണ്ട്, ഫുൾ വ്യൂ കണ്ട. സൈഡിലൊക്കെ മാർബിൾ ടൈല് കൊണ്ടൊക്കെ വെച്ചിട്ട് സീലിംഗ് ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു, വെറൈറ്റി കളർ. ഇത് നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു സ്പേസാണിത്. പിന്നെ പുറത്തേക്കുള്ള ബാൽക്കണി വാതിലൊക്കെ ഉണ്ട് അവിടെ. ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ പല കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ബൾബ്, വെറൈറ്റി കളർ, നല്ല രസമുണ്ടായിരുന്നു അത്. മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ സീലിങ്ങിൽ ഇതുപോലെ തന്നെ മാർബിൾ ടൈലിൻ്റെ ഉള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചൺ. ഓപ്പൺ കിച്ചണാണ് ഗൈസ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഡൈനിങ് ടേബിളൊക്കെ ഉള്ളത്. കിച്ചണൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുകളിൽ കയറി കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ് ഇവിടെ നടക്കണേ. ഇത് മുകളിലത്തെ വേറൊരു റൂമാണ് കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടത്. അതിൻ്റെ ഫുൾ വ്യൂ ആണിത്. കട്ടിലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഈ റൂമിൽ ആരുമില്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. എല്ലാ റൂമും ഇതുപോലെ തന്നെ സീലിംഗ് ഒക്കെ മാർബിൾ ടൈൽ പോലെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാൽക്കണിയിൽ വെച്ചിട്ടാണ് റീൽസ് എടുത്തത്. ബാൽക്കണി നല്ല രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്, നല്ല വ്യൂ ആണ്. ഈ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ വീടുകളാണ്. സൈഡിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടിയിട്ടുള്ള റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ബാൽക്കണിയിൽ നിന്ന് നേരെ വന്നിട്ട് അവിടെയാണ് ഞങ്ങൾ കഴിച്ചത്. ആ ഒരു സ്പേസിൽ, മുകളിലേക്ക് കയറി വരുന്ന സ്പേസിൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് വന്ന് ഓരോ റൂമിലും ഇതുപോലത്തെ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ സീലിങ്ങിൽ ഇതുപോലത്തെ ഒരു ലൈറ്റ് എല്ലാം അവിടെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗ്ലാസ് ഉള്ള ബാൽക്കണി. പക്ഷെ അവിടേക്ക് പോകാൻ പറ്റില്ല. അവിടെ മറ്റു ഷീറ്റൊക്കെ ഇട്ട കാരണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. പോകാൻ പറ്റും, പക്ഷെ ആ വടിയൊക്കെ മേത്തേക്ക് കൊള്ളു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയതൊക്കെ നോക്കിയിട്ട് ചേച്ചി ഡോറ് ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ തുറന്ന്, ചേച്ചിക്കാണെങ്കിൽ തുറക്കാനും അറിയണില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ തുറന്ന് ഞാൻ വന്ന്. ഇതാ നോക്കൂ ഗൈസ്, ഗ്ലാസ് ഇല്ലാതെ ഞാൻ വാതിൽ കൊട്ടുന്നു. എന്താ ചെയ്യാലേ.
താഴത്തെ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് ഇതിവിടെ വാഷിംഗ് ബേസിനൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയും കണ്ണാടിയാണ്, വലിയ കണ്ണാടി. അപ്പം ഞങ്ങൾ അവിടെ വെച്ചിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനായിട്ട്. ഒരു ഉച്ച സമയമൊക്കെ ഉണ്ടെന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള റെസ്റ്റാണിത്. ആതിരേച്ചൊക്കെ ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ കിട്ടിയ എല്ലാ സ്ഥലത്തും ഞങ്ങൾ റീൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് താഴെയുള്ള വേറൊരു റൂമാണിത്. ഇവിടെയൊക്കെ മറ്റേ TV വയ്ക്കാനുള്ള ആ ഒരു സ്പേസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങാനുള്ള പ്ലാനൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ മനേട്ടനും അച്ഛനും അച്ചുമൊക്കെ കൂടിയിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവിടെ അച്ഛനും മനേട്ടനും കൂടി എന്തോ വളനെ പറ്റിയിട്ട് എന്തൊക്കെയൊക്കെയോ ഒരു സംസാരിക്കുകയാണ് കേട്ടോ. ഇത് സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശീലമ്മായൊക്കെ വന്ന്, ശീലമ്മായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ശീലമ്മായി ആയിട്ടുള്ള തല്ലുപിടിയാണ് കേട്ടോ. ഇത് മനീഷച്ചിയുടെ 2ാമത്തെ ഉണ്ണിയാട്ടാ. പിന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് വന്ന ആ കുട്ടി മനീഷച്ചിയുടെ മൂത്ത കുട്ടിയാണ്, അമ്മയ. അങ്ങനെ ഞങ്ങൾ പുറപ്പെടാണ് ഗൈസ്. രഞ്ജിത്ത് ഏട്ടനോട് മനീഷച്ചിയോടൊക്കെ യാത്ര പറയുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് നിൽക്കണേ. അച്ഛൻ അവിടെ നിന്ന് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് വന്നു. താഴത്തേക്ക് വന്നപ്പോൾ ഗൈസ് ഈ വീടിൻ്റെ സൈഡിലൊക്കെ ഇതുപോലത്തെ വെറൈറ്റി ചെടികളായിരുന്നു ഗൈസ്. പൂമ്പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടാതെ മുന്നത്തെ വീട്ടിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തെച്ചിപ്പൂവ് ഇങ്ങനെ കൂട്ടം കൂട്ടായി പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. പിന്നെ അതിൽ കുറേ പൂമ്പാറ്റകൾ തേൻ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ വേറെ കുറേ സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫാമിലി ആയിട്ടും ഒക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാറ് കുറച്ച് ദൂരം നിർത്തി, അടുത്ത് നടക്കാനുള്ള ദൂരത്തിൽ അവിടെയാണ് നിർത്തിയിരിക്കണത്. ഇങ്ങോട്ടൊന്നും വണ്ടി കയറാത്ത കാരണം. കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ട് പോലെയാണ്. അപ്പം ഞാനവിടെ നിഴലിലൊക്കെ നോക്കി കളിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളവിടെ എത്തിയപ്പോൾ നമ്മുടെ കാർ എടുക്കാൻ പറ്റുന്നില്ല. ഫുൾ കാറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ റെഡ് കാർ നീക്കിയാലേ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ചുറ്റും വലിയ വലിയ വീടുകളാണ് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ കാറ് മാറ്റിയിട്ട് ഞങ്ങളുടെ വണ്ടി എടുത്ത് തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോണ വഴിക്ക് ഞങ്ങൾ വർഷ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോവല്ല, അവർ വീട്ടിലില്ല. അപ്പോൾ റോഡിൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. അങ്ങനെ ഉണ്ണീനെ ഞങ്ങൾ കാറിൽ കയറ്റി കൊണ്ടുപോവാണ് ഗൈസ്. വൈകുന്നേരമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഉണ്ണീനെ കാറിൽ കയറ്റി. വീഡിയോ എടുക്കണ്ടടി എന്നാണ് പറയണല്ലേ, വീഡിയോ എടുക്കണ്ടടി. ഞങ്ങൾ ഓരോ ഗോഷ്ഠികൾ കാണിക്കുമ്പോൾ ഉണ്ണിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോയി കടകളൊന്നും കിട്ടിയില്ല. അവസാനം ഒരു കടയിൽ കയറി. ഞങ്ങൾ ചായ കുടിക്കാനാണ് കയറിയത്, പക്ഷെ ഞങ്ങൾ ഷാർജ ഷെയ്ക്കാണ് കേട്ടോ കഴിച്ചത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, അതുണ്ടാക്കാനൊക്കെ സമയം ഉണ്ടായി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാർജ ഷെയ്ക്കൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയാണ്.
വർഷ ചേച്ചി അവിടെ നിന്ന് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.